അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കഥ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇച്ചുവിൻ്റെ പനിക്കഥ. അങ്ങനെ പനിയൊക്കെ ഏകദേശം ഒന്ന് മാറിയെന്ന് കണ്ടപ്പോൾ നമ്മൾ പോയിട്ടൊന്ന് മുടി മുറിച്ചു. കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കൊന്നും വേണ്ടാന്ന്. അപ്പോൾ പിന്നെ ഒന്നാമത് ചൂടുമല്ലേ, അതുകൊണ്ട് മൊത്തത്തിലൊന്നും മുടി അങ്ങോട്ട് മുറിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടി പോയിട്ടാണ് മുടി ഇങ്ങനെ മുട്ട എടുപ്പിച്ച് കൊണ്ടുവന്നത്. ഇച്ചുവിനാണെങ്കിൽ പനി പോകുന്നു വരുന്നു ഇത് തന്നെയാണ് അവസ്ഥ ഉണ്ടായത് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ മുറിച്ച് സെറ്റായി രാത്രിയാകുമ്പോഴേക്കും നല്ല പനി വന്നു. പിറ്റേന്ന് രാവിലെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയായി. രാവിലെ പോയി നമ്മളിത് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇച്ചുവിന് ആവിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇച്ചുമോൻ ഈ സൂചി വെക്കുമ്പോൾ കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇതായിപ്പോയത്. കാരണം അവൻ സഹിച്ച് പിടിക്കുമായിരുന്നടാ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അത് കഴിഞ്ഞ് ഇച്ചുതാ നല്ല ഉറക്കമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഏറ്റവും 4ാമത്തെ നിലയിലായിരുന്നു നമ്മളുണ്ടായത്. അതുകൊണ്ട് നല്ല രസമാണ്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇച്ചുവിന് ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇടയ്ക്ക് അവനൊന്ന് എനർജി ആയിട്ട് വരും, ഇടയ്ക്ക് അതുപോലെ ലോ ആവും. കാരണം ഒന്നും തിന്നാൻ വേണ്ടതിനും പനിയായതുകൊണ്ട് ഒന്നും തിന്നുന്നുണ്ടായില്ല. ഇടയ്ക്ക് ഇതുപോലെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യും. ഇടയ്ക്ക് അതുപോലെ അവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങും. കാരണം ക്ഷീണവും. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ കിടക്കും. ഇത് തന്നെയായിരുന്നു അവസ്ഥ. അങ്ങനെ നമ്മൾ 4 ദിവസമാണ് ആശുപത്രിയിൽ നിന്നത്. രാത്രി ആയപ്പോൾ അമ്മയും ചന്തും ചോറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അച്ഛൻ ചോറൊക്കെ ആക്കി പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 ആളും ആശുപത്രിയിൽ തന്നെ ആയിരുന്നു. കാരണം അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് 3 ആൾക്ക് നിൽക്കുന്നതിൽ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ നിന്നു. പിറ്റേ ദിവസം രാവിലെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ വന്ന് ഇച്ചുവിനെ കണ്ടു. ഇച്ചുവിന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്തു. കാരണം അവനൊന്നും തിന്നുന്നില്ല. അപ്പോൾ ജ്യൂസെങ്കിലും കുടിച്ചോട്ടെ വെച്ചാൽ അതൊക്കെ മേടിച്ച് കൊടുത്ത് നമ്മളങ്ങനെ നിന്നു. ഇത് നമ്മളെ 4 ദിവസത്തെ വ്ളോഗ് ഞാൻ ഒറ്റ ഇതായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അവസാനമായപ്പോൾ അവനൊന്ന് ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കിട്ടി. ഉച്ചക്ക് കഞ്ഞിയൊക്കെ കുടിച്ച് 4 ദിവസം നമ്മൾ ആശുപത്രി ജീവിതം അങ്ങ് അവസാനിപ്പിച്ച് വീട്ടിലോട്ട് തിരിച്ചു വന്നു.